എ മൂവി വിത്ത് സം ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് എന്നാണ് ചിന്ന ചിന്ന ആസൈ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഈ സിനിമ രണ്ടു തരത്തിലാണ് എന്നെ കണക്ട് ചെയ്തത്. അതിൽ ആദ്യത്തേത് വിഷ്വൽസ് ആണ്. ഫൈസ് സിദ്ദിഖ് എടുത്തു വെച്ചിട്ടുള്ള വാരണാസിയുടെ ഭംഗിയുള്ള ഒരുപാട് ഫ്രെയിമുകൾ, നമ്മൾ ഇന്നേ വരെ കണ്ടും കേട്ടും പരിചയിച്ച തിരക്കുള്ള ഭക്തിസാന്ദ്രമായ വാരണാസിക്ക് അപ്പുറത്തേക്ക് രണ്ട് വ്യക്തികൾക്ക് സുഖമായി അവരുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശമായി വാരണാസിയെ മാറ്റുന്നു. അത് സംവിധായിക കൃത്യമായി പ്രേക്ഷകർക്ക് കൺവേ ആവുന്ന രീതിയിൽ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തേത് കഥ പറഞ്ഞിരിക്കുന്ന രീതിയാണ്. തീർത്തും അപരിചിതരായ രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ എത്ര വേണമെങ്കിലും ഫ്ലാഷ് ബാക്ക് സീനുകൾ കുത്തി നിറയ്ക്കാമായിരുന്നു. എന്നാൽ അതിന് മുതിരാതെ ശക്തമായ സംഭാഷണങ്ങളിലൂടെ രണ്ടുപേരുടെയും പൂർവ്വകാലം പറയാനും അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനും സംവിധായകയ്ക്ക് കഴിയുന്നു. ഇത് രണ്ടുമാണ് ഈ സിനിമയ്ക്കകത്ത് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച കാര്യങ്ങൾ. സിനിമയിൽ അഭിനയിക്കുന്നത് ഇന്ദ്രൻസ്, മധുബാല, വിഷ്ണു അഗസ്ത്യ, അപർണ ബാലമുരളി, ജാഫർ സാദിഖ് തുടങ്ങിയ ആളുകളൊക്കെയാണ്. ഒരു റിട്ടയർഡ് സ്കൂൾ അധ്യാപകനാണ് ഇന്ദ്രൻസ്. മാധവൻ മാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മകളായ ജാനകി ബനാറസിൽ കഥക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. അവരെ കാണുക എന്ന പർപ്പസോട് കൂടിയാണ് ഇടയ്ക്കിടെ മാധവൻ മാഷ് അങ്ങോട്ട് വരുന്നത്. അവിടെ വരുന്ന മാധവൻ മാഷ്ക്ക് വാരണാസിയിലെ ഓരോ മുക്കും മൂലയും സുപരിചിതമാണ്. എന്നാൽ തന്റെ കുട്ടിക്കാലത്തെ ചെറിയൊരു ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് തഞ്ചാവൂരിൽ നിന്ന് ലീല എന്ന മധുബാലയുടെ കഥാപാത്രം വാരണാസിയിലെത്തുന്നത്. അവരവിടെ ഒറ്റപ്പെട്ടു പോകുന്നു. പിന്നീട് ഈ മാഷെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിലാണ് സിനിമയുടെ പശ്ചാത്തലം. ഗോവിന്ദ് വസന്തയാണ് സിനിമയുടെ പശ്ചാത്തല സംഗീതം. ഓരോ സീൻസിനും അനുസരിച്ച്, ഓരോ ഇമോഷൻസിനും അനുസരിച്ച് ആവശ്യമായ രീതിയിൽ സംഗീതം ക്രമീകരിക്കുന്നതിനും പ്രേക്ഷകരെ അതിലൂടെ പിടിച്ചിരുത്തുന്നതിനും ഗോവിന്ദ് വസന്തയ്ക്ക് കഴിയുന്നുണ്ട്. ട്രെയിലർ തരുന്ന ഒരു ഇമ്പാക്റ്റ് ഈ സിനിമ തിയേറ്ററിൽ കണ്ടിറങ്ങിയതിനു ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല. പേഴ്സണലി അത്ര വലിയൊരു പെർഫോമൻസ് ഓറിയന്റഡ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല. ഇന്ദ്രൻസിലെ നടനെ സംബന്ധിച്ചിടത്തോളം മാധവൻ മാഷ് എന്ന് പറയുന്ന കഥാപാത്രം അനായാസം ചെയ്തു ഫലിപ്പിക്കാൻ കഴിയുന്ന ഒരു കഥാപാത്രം മാത്രമാണ്. മധുബാലയ്ക്ക് കുറച്ചധികം ലെയറുകളുണ്ട്, അത് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു ഏജ് ലിമിറ്റ് കഴിയുന്ന രണ്ടുപേർ, അവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്സ്, ഇതെല്ലാം മലയാള സിനിമയിൽ മുൻപും വന്നിട്ടുണ്ട്. അതിൽ പലതും ഇതിനേക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ചെറുപുഞ്ചിരി അടക്കമുള്ള സിനിമകൾ പറയാം. പക്ഷെ അതിലൊക്കെ ഒരു ദീർഘകാലത്തെ ബന്ധം കഥാനായകനും നായികയും തമ്മിലുണ്ട് എന്നാണെങ്കിൽ പോലും പെർഫോമൻസ് വൈസും സ്ക്രിപ്റ്റ് വൈസും ഒക്കെ അത്തരം സിനിമകൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരുപാട് ടച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സിനിമ അത്ര വലിയൊരു സംഭവമായി എനിക്ക് തോന്നിയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ സിനിമ മാത്രമായാണ് അനുഭവപ്പെട്ടത്.